ആൻഡ് സെയിം ടു യു. സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫൈനായിട്ടിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഒരു നല്ല ഒരു ഇയർ ആയിരിക്കട്ടെ. നല്ലൊരു ഇയർ, ഒരു ഇയർ മാത്രം നല്ലതായ പോലെ ഇനി അങ്ങോട്ട് അല്ലെ, ത്രൂ ഔട്ട് ദ ലൈഫ്. ആൻഡ് ഈ ഒരു ഇയറിൽ നമുക്ക് നല്ലതൊക്കെ വരട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഉദ്യമം അല്ലെ, പുതിയതായിട്ട് നമ്മൾ ചേർന്ന ഒരു കാര്യം, ആ കോഴ്സും നന്നായിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അതിനും ബെറ്റർ റിസൾട്ട്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾക്ക് വേണ്ടി എവിടെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അതും ഒക്കെ ചെയ്തു തീർക്കാനുള്ള അനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം ഈശ്വരൻ തരട്ടെ. ഓക്കെ, കുറച്ച് അധികം പേര് കുറവാണല്ലോ ഇന്ന്. ഇങ്ങനെയൊക്കെയായിരുന്നോ കഴിഞ്ഞ ദിവസവും ക്ലാസ്സില്? ഇന്നലെയൊക്കെ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ, ഒരു 15 ആളുകളാണ് ജോയിൻ ചെയ്തേക്കണേ അല്ലെ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മിസ്സിംഗ് ആണ്. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ. ഈ ഇടയിൽ വരുമായിരിക്കും അല്ലെ. ഓക്കെ യെസ്. അപ്പൊ നമ്മള് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ്, അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് അവർ മൊഡ്യൂളുകളുടെയും അവസാന ഭാഗത്താണ് അല്ലെ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയാമോ? എവിടെയാ നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് നിർത്തിയത്? ആരെങ്കിലും പറ. What is the role of TPA in health insurance? ഹെൽത്ത് ഇൻഷുറൻസില് TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ അവിടെ നിന്ന് തുടങ്ങിയെടുക്കണം അല്ലെ. അതിനു മുമ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ. ആരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരാണ്? ഹു ഈസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ? എന്താണ്? ആർക്ക് പറയാം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു നിർത്തി പോയതാണ്. അതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡെഫിനിഷൻ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എനിബഡി? ആരെങ്കിലും പറഞ്ഞാൽ മതി. പഠിച്ചു പോയതല്ലേ നമ്മള്? ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരുമില്ല പറയാൻ? റെയ്ഹനത്ത് ഒന്ന് പറയാമോ? റെയ്ഹനത്ത് പ്രൊനൗൺസിയേഷൻ ശരിയാവുമെന്ന് എനിക്കറിയില്ല. പേരായതുകൊണ്ട് ഏത് രീതിയിലുള്ള പറയാൻ പറ്റുമോ? ഇല്ല, ആളില്ല, അവിടെ പ്രസന്റ് അല്ല. തൗഫീറ പറയാമോ? തൗഫീറ ആരാണ് TPA അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വേർഡ് കേട്ട വാട്ട് ക്യാൻ യു ഐഡന്റിഫൈ? നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? സൗണ്ട് വരുന്നില്ല മോനെ, എന്താ അത്? പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല. അഞ്ജലി പറയാമോ? അഞ്ജലി തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് പറയാമോ അഞ്ജലിക്ക്? പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ സൗണ്ട് കേൾക്കാനില്ല. ഇവിടേക്ക് സൗണ്ട് വരുന്നില്ല. ആരുമില്ല. ഒരു ചോദ്യം ചോദിച്ചിട്ട് പറയാൻ. ഇൻഷുററിന്റെ ഇടയ്ക്കുള്ള കമ്പനി ഏജൻസി, അങ്ങനെ ഇൻഷുറൻസ് കമ്പനി ഏജന്റ് അങ്ങനെയുള്ള. അതെ ഒരു ഫ്രേസ് ആയിട്ട് പറയുകയാണെങ്കിലേ നമ്മുടെ ക്ലെയിമിംഗ് പ്രോസസ്സിൽ, അതായത് നമ്മളിപ്പോ ഒരു ഇൻഷുർഡ് ആൾക്ക് കിട്ടാനുള്ള ക്ലെയിമിനെ കുറിച്ച് ചോദിക്കുന്നു, ആ ക്ലെയിം ചോദിക്കുന്നു. അതായത് എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് വന്നിട്ടുണ്ട്, സോ ഐ ഹാവ് ടു ഗെറ്റ് ദ കോമ്പൻസേഷൻ, എനിക്ക് അതിന്റെ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞ ഒരാൾ ക്ലെയിം ചെയ്യുന്നു. ആ ക്ലെയിം ചെയ്യുന്നത് ഡയറക്ട്ലി നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോടല്ല, അവരുടെ ഇടയിൽ ഇടനിലക്കാരായിട്ട് ഒരു ഏജൻസി അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ IRDAI പ്രകാരം അവര് ഒരു ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഒരു ഏജൻസിയാണ്.
അവരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവര് ത്രൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ക്ലെയിമിംഗ് തരുന്നത്. അപ്പൊ അവര് ക്ലെയിമിംഗ് പ്രോസസ്സുകൾ എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലെയിമിംഗ് പ്രോസസ്സുകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പേപ്പർ വർക്ക്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഇൻഷുററിന്റെയും ഇൻഷുറൻസിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്നോ ഒരു കമ്പനി എന്നോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒക്കെ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. അവരെയാണ് നമ്മൾ TPA അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണ ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. തെറ്റിയാലും പറയാനല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അത് തെറ്റിയാലും മനസ്സിലാക്കി തരാനാണല്ലോ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് നിങ്ങളുടെ PDF നോട്ടുകൾ എടുത്തു വെച്ചിട്ട് നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. ഇനി അവര് ഈ പറയുന്ന TPA അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ്, ദാറ്റ് മീൻസ് ദ ഇൻഷുറൻസ് കമ്പനി, പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ദാറ്റ് മീൻസ് ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ ദ പോളിസി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻഷുർഡ് നമ്മൾ വിളിക്കും, ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആള്. അപ്പൊ ഇവരെല്ലാമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ബന്ധമുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു IRDA ആണ് ഇവർക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്, ഇതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു പ്രൊസീഡ് ദ ക്ലെയിമിംഗ് പ്രോസസ്സസ് ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സ് നടത്തുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ക്ലെയിമുകൾക്ക് ആ ക്ലെയിമിങ്ങിന്റെ പ്രോസസ്സുകളൊക്കെ മര്യാദയ്ക്ക് നടത്തുക എന്നുള്ള ലൈസൻസ് IRDA ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു അവരുടെ കയ്യില് അവരുടെ ഓൺ ഹൗസില് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കുടുംബത്തില് ആ ഒരു TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ആ ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തില് കുറച്ചാളുകളെ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും റെഡിയാക്കി വെക്കണം എന്ന്. ആരൊക്കെയായിരുന്നു അങ്ങനെ റെഡിയാക്കി വെക്കേണ്ട ആളുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഒന്നാമത്തെ പോയിന്റില്. ആർക്ക് പറയാമോ ആരൊക്കെയാണ് അങ്ങനെ തങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഓൺ ഹൗസിൽ ഉണ്ടാകേണ്ട ആളുകൾ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? പറയാൻ പറ്റുമോ? ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഡോക്ടേഴ്സ് തന്നെ വേണം നിർബന്ധമുണ്ട്. പിന്നെ ആരൊക്കെയാണ് പറഞ്ഞു? ലീഗൽ എക്സ്പേർട്സ് വേണം. ഓക്കെ, ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെ, മാനേജേഴ്സ് വേണം. പിന്നെ ഇൻഷുറൻസ് കൺസൾട്ടൻസ് വേണം. പിന്നെ IT പ്രൊഫഷണൽസ് അല്ലെ, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽസ് വേണം. അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇവരൊക്കെ ഇവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു ക്ലെയിമിംഗ് പ്രോസസ് നടത്തുന്ന സമയത്ത് ഇവരൊക്കെ തങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം ഇവരുമായിട്ടൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട്. അല്ലെങ്കിൽ ആ സമയത്ത് അയ്യോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നാളെ തേടണം, അവരെ തേടി പിടിക്കണം, അതൊന്നും പാടില്ല. അപ്പൊ അവരുടെ ആ ഒരു ലൈസൻസ് കിട്ടിയിരിക്കുന്ന ആ അധികാരം കിട്ടിയിരിക്കുന്ന ആളുകളായിട്ടുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ ആ ഒരു ഹൗസില് ഈ പറയുന്ന മെഡിക്കൽ ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ലീഗൽ എക്സ്പേർട്സ്, IT പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മാനേജേഴ്സ്, ഇവരെയൊക്കെ അവരുടെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എപ്പോഴും അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവർക്കുള്ള ചില കാര്യങ്ങൾ എന്താ പറയാ ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ എപ്പോഴും ഈ ആളുകളുടെ ഒരു കൂട്ടം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഈ പറയുന്ന TPA എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ്, അവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സുമായിട്ടാണ്. ആൻഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പോളിസി ഹോൾഡേഴ്സ് ആണ്. ആ പോളിസി ഹോൾഡേഴ്സ് എന്ത് ഉറപ്പുവരുത്തണം? ദേ ഹാവ് ടു എൻഷുർ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എൻഷുർ ചെയ്യണം, ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവര് മേക്ക് ഷുവർ ചെയ്യണം. എന്ത് മേക്ക് ഷുവർ ചെയ്യണം? അതായത് ആരും തന്നെ ഫോൾസ് ആയിട്ടുള്ള ക്ലെയിംസ് നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ ചില ആൾക്കാര് ഇന്നത് പറ്റി, ഇന്ന അപകടം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകും, വേറെ ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ക്രാച്ച് ഒക്കെ വീണു, അടിപിടി കേസൊക്കെ വന്നു, എന്നിട്ട് പോയി ഹോസ്പിറ്റലിൽ കിടക്കും കേസാക്കാനും ഇൻഷുറൻസിന്റെ ഇത് കിട്ടാനും ഒക്കെ ചികിത്സയുടെ ഇത് കിട്ടാറൊക്കെ. പക്ഷെ ചിലപ്പോ അധികമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടാവില്ല, അത്ര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും ഇല്ല എങ്കിൽ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ വാങ്ങിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അടുത്ത് വരുന്ന ഇത്തരം ക്ലെയിംസിൽ ഫോൾസ് ക്ലെയിംസ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ആവശ്യമില്ലാതെ വെറുതെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അതിന് ഇൻഷുറൻസ് കമ്പനി അതിന് വേണ്ടിയിട്ട് പൈസ
കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ഓർ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദർ സർവീസസ്. അങ്ങനെ അവരുടെ സേവനം നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിലുള്ള സേവനം കൊടുക്കണമെങ്കിൽ ഇതൊക്കെ ഉറപ്പുവരുത്തണം. അല്ലാതെ ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും ഒക്കെ എന്താ പറയാ, ഞങ്ങൾക്ക് ക്ലെയിം വേണമെന്ന് പറയുമ്പോൾ തന്നെ ഒന്നും അന്വേഷിക്കാതെ നോക്കാതെയോ അതിന്റെ ഇവാലുവേഷൻസ് അസസ്മെന്റ് ഒന്നും നടത്താതെ പോയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഒരു നല്ല സേവനമല്ല അവരുടേത്. അപ്പൊ എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അതിന്റെ ക്ലെയിമിംഗ് പ്രോസസ്സുകൾ ഫോർവേഡ് ചെയ്യേണ്ടതും അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എന്താ പറയാ ഏത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതൊക്കെ നോക്കിയതിനു ശേഷം അതൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ ഇതിനൊക്കെ ഇവർക്ക് എന്താ പറയാ ഉത്തരവാദിത്വം ഉണ്ട്. ആർക്ക്? നമ്മുടെ TPA-ക്ക്, അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്. അതാണ് അപ്പൊ അവർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേത് ഫോർ ദി സർവീസസ്. തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഒരു സേവനം തന്നെയാണ്. ഈ ക്ലെയിമിംഗ് പ്രോസസ്സിന്റെ പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കുറെ പേപ്പർ വർക്ക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സഹായം പോലെ ഇന്റർമീഡിയറി ആയിട്ട് നിന്ന്, ഒരു മധ്യവർത്തിയായിട്ട് നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുമ്പോ ദേ ഷുഡ് ബി ഡെഫിനറ്റ്ലി പ്രൊവൈഡഡ് സം എമൗണ്ട് ഓഫ് ഫീസ്. അവർക്ക് തീർച്ചയായിട്ടും ഒരു എമൗണ്ട് ഓഫ് ഫീസ് അവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ആര് കൊടുത്തോളുന്നത്? ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ്. അതായത് ഇൻഷുറൻസ് കമ്പനി have to provide that fees. ആ ഫീസ് കൊടുക്കുന്നത് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ്. ഇൻഷുറൻസ് കമ്പനി അത് കൊടുക്കും. അതൊരു പെർസെന്റേജ് ഓഫ് അവരുടെ പ്രീമിയം, ആരുടെ ക്ലെയിം ആണോ ആവശ്യപ്പെടുന്ന ആ ക്ലെയിമിന്റെ ചോദിച്ചിരിക്കുന്ന ആളുടെ പ്രീമിയം എത്രയാണോ അതിന്റെ 5.5% ആണ്. 5.5% പ്രീമിയം എമൗണ്ടിന്റേത് ഇവർക്ക് ഫീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി. അപ്പൊ ഈ ക്ലെയിമിംഗ് പ്രോസസ് ഒക്കെ നടത്തുന്നതിന് അധികാരം കൊടുത്തിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനി തന്നെയാണല്ലോ. IRDAI പ്രകാരം അവരാണ് അതിന് ഒരു ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിയാണ് അതിന്റെ ഫീസും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് TPA എന്ന് പറയുന്ന ആ ഒരു കാര്യം. TPA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, വെറുതെ നമ്മളിങ്ങനെ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇവർക്ക് ബന്ധപ്പെട്ട ആളുകളാണ് ഇൻഷുറൻസ് കമ്പനിയും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് ദ ഇൻഷുർഡ്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുക. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ക്ലെയിമിംഗ് പ്രോസസ്സിന്റെ അവസാനം വരെ കൂടെ നിൽക്കുക. ആരുടെ? പോളിസി ഹോൾഡേഴ്സിന്റെ കൂടെ നിൽക്കുക. അങ്ങനെ ക്ലെയിമിംഗ് പ്രോസസ്സിന്റെ പേപ്പർ വർക്ക്സും മറ്റു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇവർക്ക് കൺസൾട്ട് ചെയ്യേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സ്, ലീഗൽ എക്സ്പേർട്സ്, ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റർമീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവർത്തി എന്നർത്ഥം. അതായത് ആരാണ്? ഇങ്ങനെ ഇടവിലക്കാരെന്ന് പറയും നമ്മൾ മലയാളത്തിൽ, അങ്ങനെയല്ലേ പറയാം. ബ്രോക്കേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഈ എന്താ പറയാ, അതെ, ബ്രോക്കർ എന്ന് പറയുന്നത് ആരെയാ? ഇടനിലക്കാരെ തന്നെയാണ്. പണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നു അല്ലെ? കല്യാണങ്ങള്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾക്കൊക്കെ മധ്യവർത്തികൾ ഉണ്ടായിരുന്നു. ബ്രോക്കേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് മറ്റൊരു വേർഡ് തന്നെയാണ് ഇന്റർമീഡിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് TPA ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ TPA-യുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്. So let's move to the next. അടുത്തത്, what is the role of TPA in health insurance? ഇനി ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ, ആരോഗ്യ ഇൻഷുറൻസിൽ TPA എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ റോളുകൾ എന്തൊക്കെയാണെന്ന് താഴെ പറയുന്ന പോയിന്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് TPA ചെയ്യുന്നത്, TPA-യുടെ പ്രവർത്തനങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ അങ്ങോട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ, ഈ പറയുന്ന TPA-ക്ക് there is a connection between insurance company and a policy holder. അല്ലെ? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, അതായത് നേരിട്ടോ അല്ലാതെയോ ഒക്കെ പോളിസി ഹോൾഡറും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഇവർക്ക് ഈ പറയുന്ന TPA-ക്ക് ഒരു ബന്ധമുണ്ട്. സോ ദ പോളിസി ഹോൾഡർ ഹാവ് ടു മീറ്റ് ദ TPA. ഈ നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന് അവരുടെ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിലും പോളിസി ഹോൾഡർ ആരെ സമീപിക്കും? TPA-നെ സമീപിക്കുന്നു. എന്നിട്ട് അവരുടെ ക്ലെയിമിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയും ഇൻഷുർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ ലിങ്ക് ആണ് നമ്മുടെ TPA. അത് ചിലപ്പോൾ നേരിട്ട് ചിലപ്പോ കമ്പനിയുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവില്ല. അപ്പൊ അതിനിടയിൽ വേറെയും ചിലപ്പോൾ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ട്ലി ആകാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആകാം. എങ്ങനെയാണെങ്കിലും ക്ലെയിമിംഗ് കേസസ് വരുമ്പോ, ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ ദ ഇൻഷുർഡ് ഹാവ് ടു മീറ്റ് ദ TPA. ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് തങ്ങളെ മീറ്റ് ചെയ്യുന്ന ഈ പറയുന്ന പോളിസി ഹോൾഡേഴ്സിന്, അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രൊവൈഡ്സ് ദ പോളിസി ഹോൾഡർ എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അപ്പൊ ഞാനിപ്പോ ഒരു ഇൻഷുർഡ് ആണ്.
ഇപ്പൊ ഞാൻ എന്റെ ഒരു ക്ലെയിമിംഗ് പ്രോസസ്സിന് വേണ്ടി ഞാൻ TPA-നെ സമീപിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ സമീപിക്കുമ്പോൾ തന്നെ ഐ വിൽ ബി പ്രൊവൈഡഡ് സം യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഒരു എന്താ പറയാ ഒറ്റയ്ക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്നെ പോലെ തന്നെ വേറെ ആൾക്കാർ ക്ലെയിമിങ്ങിന് വേണ്ടി ചെന്നുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഞാൻ മാത്രമല്ല, അപ്പൊ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ? മനസ്സിലായോ? മനസ്സിലാവേണ്ട പറയുന്നത്. അപ്പൊ ഞാൻ ഒരാൾ വരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ വരുന്നു, അയാളുടെ ക്ലെയിമിങ്ങിന് വേണ്ടിയിട്ട് TPA-നെ സമീപിക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുകൾ ഈ പറയുന്ന TPA-നെ അവരുടെ ക്ലെയിമിംഗ് പ്രോസസ്സിന് വേണ്ടി മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈച്ച് ആൻഡ് എവറി വൺ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് സം യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അങ്ങനെ വരുന്ന ഓരോരുത്തർക്കും ഒരു യൂണിക് നമ്പർ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. അതൊരു ID കാർഡ് ഉൾപ്പെടുത്തിയാണ് കൊടുക്കുക. ഒരു കാർഡ്. ഇപ്പൊ എന്തിനാ കാർഡില്ലാത്ത അല്ലെ? ഒത്തിരി കാർഡുകൾ നമുക്കുണ്ട്. ATM കാർഡ് ഉണ്ട്, എന്താ പറയാ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ ആധാർ കാർഡ് പോലെയുള്ളത്, പാൻ കാർഡ്, ഒത്തിരി കാർഡുകളുണ്ട്. എല്ലാം കാർഡുകളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് രൂപത്തിൽ നമുക്ക് ഇങ്ങനെ തന്നിരിക്കണം. എല്ലാം നമ്മൾ കുഞ്ഞിതാക്കി കാർഡുകൾ തന്നെ വെക്കാൻ തന്നെ കുറെ സ്ഥലം വേണം. അതുപോലെ തന്നെ ഇപ്പൊ TPA-നെ സമീപിക്കുമ്പോഴും ഓരോ പോളിസി ഹോൾഡേഴ്സിനും അവരുടെ ക്ലെയിമിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് TPA-യുടെ അടുത്ത് വരുമ്പോൾ പ്രൊവൈഡഡ് ആൻഡ് ID കാർഡ് കൊടുത്തിരിക്കും. ആ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുന്നവരെ ദേ ക്യാൻ യൂസ് ദാറ്റ് കാർഡ്. നമ്മൾ ഓരോ പ്രാവശ്യം അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ കാർഡ് കാണിച്ചിട്ടാണ് ഇന്ന ആളാണെന്നൊക്കെ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഒരാളുടെ ക്ലെയിമും മറ്റൊരാളുടെ ക്ലെയിമും എല്ലാം ഒരുപോലെയല്ല. പല ക്ലെയിംസും ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഞാൻ ചിലപ്പോ എവിടെയെങ്കിലും ആക്സിഡന്റ് പറ്റി വീണിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ ക്ലെയിമിനായിരിക്കും TPA-നെ സമീപിച്ചിരിക്കുക. വേറെ ആരെങ്കിലും ചില ഏതെങ്കിലും രോഗത്തിന് ചികിത്സിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും TPA-നെ സമീപിച്ചിരിക്കുക. അപ്പൊ എല്ലാവരുടെയും ക്ലെയിമിംഗ് കാര്യങ്ങൾ ഒന്നിനു വേണ്ടിയിട്ടല്ല, എല്ലാവരുടെയും ക്ലെയിമിംഗ് റീസൺസ് ഒരുപോലെയല്ല. സോ അപ്പൊ അവരെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ID കാർഡ് ഉപയോഗിച്ച് they can settle the claiming process. ഈ ക്ലെയിമിംഗ് പ്രോസസ്സുകളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് ആ കാർഡ് ഉപകരിക്കും. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഹെൽത്ത് ഇൻഷുറൻസിൽ TPA ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് പറഞ്ഞത്. ഇനി ഇത് മാത്രം ചെയ്താൽ മതിയോ? അല്ല. ഈച്ച് ആൻഡ് എവറി ക്ലെയിമിംഗ് പ്രോസസ്, ഓരോ ക്ലെയിമിംഗ് പ്രോസസ് ഇവർ ചെയ്യുമ്പോൾ, അതായത് ഓരോ പോളിസി ഹോൾഡേഴ്സും അവര് പേഷ്യൻസ് ആയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോ ഈ TPA ഇവർക്ക് ഹെൽപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊക്കെ പേഷ്യൻസിന് അല്ലെങ്കിൽ ഏതൊക്കെ പോളിസി ഹോൾഡേഴ്സിനാണ് നമ്മുടെ സഹായം നമ്മൾ കൊടുത്തേക്കണേ. അതൊരു റെക്കോർഡിൽ അവർ എഴുതി സൂക്ഷിക്കണം. വേണ്ടേ? പിന്നീട് ഈ പറയുന്ന ഓരോ ക്ലെയിമുകളും ചെയ്തു കൊടുക്കുന്നതിന് ഇവർക്ക് എന്തുണ്ട്? ഫീസ് ഉണ്ടല്ലോ. ആ ഫീസ് ആരാ തരുന്നേ? ഇൻഷുറൻസ് പ്രൊവൈഡർ അല്ലേ കൊടുക്കുന്നേ. അപ്പൊ അതിന് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പോളിസി ഹോൾഡറോട് പറയാണത് ഞാൻ ഇന്ന ഒരാളുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി കൊടുത്തിട്ടുണ്ട്, സോ ഐ മസ്റ്റ് ഗെറ്റ് ദ ഫീസ്, എന്റെ ഫീസ് എനിക്ക് തരണോന്ന് പറയുകയാണ്. അതൊക്കെ വെറുതെ വാഗോണ്ട് പറഞ്ഞാലൊന്നും തെളിവല്ല. സോ എവിഡൻസ് വേണം അല്ലെ. അപ്പൊ ആ എവിഡൻസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഓരോ പോളിസി ഹോൾഡേഴ്സിന്റെ പേരും മറ്റു കാര്യങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്ന TPA ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ID കാർഡ്, അത് വെച്ചിട്ട് അതിന്റെ നമ്പറൊക്കെ വെച്ചിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യണം റെക്കോർഡ്സ് ആയിട്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. TPA aids in maintaining necessary records related to policyholders when they are admitted as patients. Patients ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ പോളിസി ഹോൾഡേഴ്സ് അവരുടെ ക്ലെയിമിംഗ് പ്രോസസ് ഒക്കെ ചോദിക്കും. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു റെക്കോർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ TPA-ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായിട്ട് നമുക്ക് പോയാൽ മതി മുമ്പോട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താ? അപ്പൊ നമ്മള് ഓരോ പോളിസി ഹോൾഡേഴ്സും അവരുടെ TPA-യുടെ അടുത്തേക്ക് ക്ലെയിമിംഗ് പ്രോസസ്സിന് വേണ്ടി വരുമ്പോൾ അവർക്ക് ID കാർഡ് കൊടുക്കുന്നു. ആ ID കാർഡ് വെച്ച് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് വരെ നമുക്ക് ആ ID കാർഡ് ഉപയോഗിക്കാം. രണ്ടാമത്തെ പോയിന്റില് അങ്ങനെ നമുക്ക് കൊടുക്കുന്ന ഓരോ ക്ലെയിം സെറ്റിൽമെന്റ്സിനും വേണ്ടി ഇവരെ സമീപിക്കുന്ന പോളിസി ഹോൾഡേഴ്സിന്റെ കാര്യങ്ങളെല്ലാം റെക്കോർഡ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ക്ലെയിം സെറ്റിൽമെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മള് TPA-നെ സമീപിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? നമുക്ക് ഉറപ്പുണ്ട്, എന്തുണ്ട്? ഉറപ്പുണ്ട് ഈ TPA നമ്മുടെ ക്ലെയിമിംഗ് പ്രോസസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ലെ. അപ്പൊ അതാണ് TPA ഗ്യാരണ്ടി സ്മൂത്ത് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇൻഷുറൻസ് കമ്പനി. ഹോസ്പിറ്റൽസില് ആ രോഗിക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ കൊടുക്കണം എന്നുള്ളതും ഇൻഷുറൻസ് കമ്പനി അതിന്റെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്തം അപ്പൊ നമ്മുടെ ആർക്കുണ്ട്? TPA-ക്ക് ഉണ്ട്. കാരണം നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് പോളിസി ഹോൾഡർ ബന്ധപ്പെടുന്നില്ല. ദേ ആർ ഓൺലി മീറ്റിംഗ് ദ TPA. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയാണ് ആ പോളിസി ഹോൾഡർ തന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിച്ചേക്കുന്നത്. അപ്പൊ അവര്
ഹോസ്പിറ്റൽസിലും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ബന്ധിപ്പിച്ച് ഈ പറയുന്ന ക്യാഷ്ലെസ് ആയിട്ടുള്ള ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്നുള്ളതാണ് ക്ലെയിം സെറ്റിൽമെന്റ്. ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു, ഇന്ന ആളാണ്, ഇന്ന പേഷ്യന്റ് ആണ്, ആള് നമ്മളുടെ അടുത്ത് ആ ക്ലെയിമിംഗ് പ്രോസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്പൊ ആൾക്ക് നമ്മൾ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ നമ്പർ അനുസരിച്ചിട്ട് ഇന്ന പേഷ്യന്റ് ആണെന്നുള്ള ഇൻഫർമേഷൻസ് ഇൻഷുറൻസ് കമ്പനിക്ക് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അത് കറക്റ്റ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ ഇൻഷുറൻസ് കമ്പനി ചെക്ക് ചെയ്യുന്നു. ആൻഡ് അവര് അതിനുള്ള എന്താ പറയാ കൺഫർമേഷൻ കൊടുക്കുന്നു, ചികിത്സ കൊടുത്തോ, ഇൻഷുറൻസ് കമ്പനി ആളുടെ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്തോളാം. ഒരു ക്യാഷ്ലെസ് ആയിട്ടുള്ള പൈസ കൊടുക്കാതെ ആ പേഷ്യന്റിന് അവിടെ ചികിത്സ കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നു. ആൻഡ് ഓൾസോ TPA ഓഫേഴ്സ് ബാക്ക് ആൻഡ് സപ്പോർട്ട് ആണ്. ബാക്ക് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, തുടക്കം മുതൽ അവസാനം വരെ ഈ പറയുന്ന ഫുൾ സപ്പോർട്ട് ആ ക്ലെയിം ചെയ്യുന്ന ആൾക്ക് ആര് കൊടുക്കുന്നു, TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ കുറച്ച് കണക്ക് നടന്നു, ഇത് ഭയങ്കര തൊല്ലു പിടിച്ച പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പോളിസി ഹോൾഡറിനെ വഴിയിൽ ഉപേക്ഷിക്കില്ല. തീർച്ചയായിട്ടും തുടക്കം മുതൽ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് നടക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ആരുണ്ടായിരിക്കും, ഒപ്പം TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ഫുൾ ടൈം സപ്പോർട്ട് ആണ്. ഈ TPAന്റെ സേവനം നമുക്ക് 24/7 എന്താ പറയാ സാധ്യമാക്കാവുന്ന രീതിയിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡെയിലി 24 hours അവരുടെ സപ്പോർട്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ the policy holders can raise their enquiries and get their feedback whenever necessary. എപ്പോഴൊക്കെയോ നമുക്ക് ഈ പറയുന്ന നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് TPAനെ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ മീറ്റ് ചെയ്യണം, നമുക്ക് കോളിങ്ങിലൂടെയോ മറ്റു രീതിയിലോ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം, നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം, നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയാം. ക്ലെയിം ഒക്കെ സെറ്റിൽ ആയോ, ശരിയായോ, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അന്വേഷിക്കാനും 24 മണിക്കൂർ ഇവരുടെ സേവനം എന്നിട്ട് ഓപ്പൺ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ ടൈം സപ്പോർട്ട് ആണ് TPA പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ. ആൻഡ് ഓൾസോ മോറോവർ ഓൾ ദീസ് സർവീസസ്, ഇത്രയും സേവനങ്ങൾക്ക് ഇവർ കൊടുക്കുന്നുണ്ടെങ്കിലും ദേ പ്രൊവൈഡ് സം അഡീഷണൽ സർവീസസ് സച്ച് ആസ്, ഇവര് മറ്റ് ചില എന്താ പറയാ അഡീഷണൽ ആയിട്ടുള്ള സേവനങ്ങളും നമ്മുടെ TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അഡീഷണൽ സേവനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സപ്ലൈസ്, ഈ എന്താ പറയാ പോളിസി ഹോൾഡേഴ്സിന് എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉപകരണങ്ങളോ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിനും ഇവരുടെ സഹായം ഒപ്പം ഉണ്ടായിരിക്കും. അപ്പൊ ഈ എന്താ പറയാ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല ഇവരൊപ്പം നിൽക്കുന്ന ആംബുലൻസ് സർവീസ് ഒക്കെ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ പേഷ്യന്റിനെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകണം, അപ്പൊ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഇവരുടെ സേവനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവര് അതിനുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കും എന്നാണ് പറയുക. അപ്പൊ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യണോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ സപ്ലൈസ് ഇഷ്യൂ ചെയ്യണോ, ഇതിന്റെയൊക്കെ കാര്യത്തിലും ഇവര് TPA എന്ത് ചെയ്യുന്നു, പോളിസി ഹോൾഡറിന്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാമാണ് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊന്നുമല്ല, ഇത് ആവശ്യത്തിന് ഒത്തിരി അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോളിസി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? 5 പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയോ, ഒന്ന് വായിച്ചു നോക്കിയ വേഗം, പെട്ടെന്നൊന്ന് വായിച്ചു. And if there is any doubts, ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, ഓക്കെ. സെന്റൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി, ക്ലിയർ ആണ്. കുറച്ച് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വീണ്ടും ടീച്ചർക്ക് വല്ല ഇതെന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. നിങ്ങള് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്, നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എക്സാമിന് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് അറിയണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ എന്താ പറയാ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ക്ലെയിമിന്റെ ഡെസ്കിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട്
നമ്മളവിടെ ഒരു ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളവിടെ എവിടെ ഇൻഷുറൻസ് ഡെസ്കോ എന്താ ചെയ്യാൻ അവിടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇൻഷുറൻസ് ഒക്കെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ക്ലെയിമിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ഡെസ്കിനെ സമീപിക്കേണ്ടത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പൊ ഇതൊക്കെ അറിയാം എന്നുള്ളൊരു ഭാഗം നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഇത് അതിന്റെ ഓരോ സെന്റൻസുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തുടക്കം ഒരു എന്താ പറയാ കുറച്ച് മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ് നമ്മുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് കമ്പനീസിന്റെ പേര് പഠിച്ചു. പിന്നെ നമ്മുടെ നാട്ടില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇൻഷുറൻസ് പ്ലാനിന്റെ പേരുകൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനത്തെ കുറച്ച് ഫേമുകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ ആദ്യത്തെ പേജിൽ പറഞ്ഞത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. മറ്റേതൊക്കെ നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഏതൊക്കെയാണ് നോക്കിയേ. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഡ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് ഓർഗനൈസേഷൻസ് ആണ് കേട്ടോ. അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം ഇവർക്കൊക്കെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിലൊക്കെ പങ്കെടുക്കാനുണ്ട്. അങ്ങനെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിൽ പങ്കെടുക്കുന്ന കുറച്ച് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഈ കൊടുത്തിരിക്കുന്നത്. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഡ് TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ്, Media Assist India TPA Private Limited, MD India Healthcare TPA Services Private Limited, Paramount Health Services and Insurance TPA Private Limited, E-Meditech TPA Services Limited, and Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, Medicare TPA Services പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊക്കെ എന്താ പറയാ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ആണ് TPA അഡ്മിനിസ്ട്രേഷൻസ് നടത്തുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണത്തിന്റെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും തന്നെ പലതരത്തിലുള്ള പോളിസി ഹോൾഡേഴ്സ് തങ്ങളെ സമീപിക്കുന്ന ആളുകളുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഏജൻസിയാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ കമ്പനിയാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അത്. യെസ്, ഇനി നമ്മൾ അടുത്തത് ഒരു ക്ലെയിമിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഈ പാഠം തുടങ്ങിയ കുറെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേർഡായിരുന്നു ക്ലെയിം. ഒരു പോളിസി എടുത്തിരിക്കുന്ന ആൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ ഇഞ്ചുറിയോ ഇൽനെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിൽ അതിന്റെ ഒരു കോമ്പൻസേഷൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പല ഇൻഷുറൻസ് സ്കീംസിലും പങ്കുചേരുന്നത് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, അല്ലാത്തതും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇത്തരം നമുക്ക് ഉണ്ടാകാവുന്ന ഫിനാൻഷ്യൽ ലോസ്, അതായത് ഒരു വലിയ എമൗണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല. ഓരോ ടെസ്റ്റ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയേഴ്സ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഓപ്പറേഷൻ വേണം, ഒരു സർജറി വേണം. സോ യു ഹാവ് ടു ഡെപ്പോസിറ്റ് ഫിക്സഡ് ആയിട്ട് അവർ പറയും ഇത്ര രൂപ അല്ലെ, 5 lakh 6 lakh 10 lakh എന്നൊക്കെ പറയും. ആ പറയുമ്പോ ആ പൈസ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഡോക്ടേഴ്സ് അവരുടെ കൈയും കാലവും ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കുള്ളൂ അല്ലെ. ആ പേഷ്യന്റിനെ അവർ എടുക്കും, ടേക്ക് കെയർ ചെയ്യുന്നതും അവിടെ എന്താ പറയാ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കണമെങ്കിൽ ഈ എമൗണ്ട് അവിടെ എത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അത്തരം ഹ്യൂജ് എമൗണ്ടുകൾ എല്ലാവരെയും കൊണ്ടും എന്താ പറയാ അവർക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതൊക്കെ ഒത്തിരി എന്താ പറയാ ഇൻകംഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ആവറേജ് ഇൻകംഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വലിയ പ്രോപ്പർട്ടീസ് വിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വേറെ ഏതെങ്കിലും സേവിങ്സോ അല്ലെ സമ്പാദ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തില് സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇന്നെടുക്കുന്ന ഇത്തരം ഒരു ലോസ് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം ഒരു നഷ്ടസാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗങ്ങളാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഹൗ വി ക്ലെയിം, നമ്മൾ അത് ക്ലെയിം ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി, ആ ക്ലെയിമിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയാൻ പോകുന്നത്. അടുത്തത് അതാണ്. പ്രോസസിംഗ് എ ക്ലെയിം കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. താഴെ പറയുന്ന സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ക്ലെയിമിംഗ് പ്രോസസ്സിംഗ് ഇങ്ങനെ പോണേ. ഓരോന്ന് പോയിന്റ് വൈസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ
on the happening of an unfortunate event. തീർച്ചയായിട്ടും രോഗം വരുന്നതും അപകടം വരുന്നതും മറ്റേതെങ്കിലും പരിക്കുകൾ വരുന്നതും ഒരു നല്ല ഒരു സംഭവമാണോ? അല്ല. അതുകൊണ്ടാണ് അൺഫോർച്ചുനേറ്റ് ഇവന്റ് എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? നിർഭാഗ്യകരമായിട്ടുള്ള ഏതെങ്കിലും ഇത്തരം അവസ്ഥകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ that particular incident will be informed to our insurance provider. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ നമ്മൾ വിളിച്ച് പറയുക അല്ലെ, എനിക്കിങ്ങനെ പാടില്ലാണ്ട് ആശുപത്രി കിടക്കാറുണ്ട്, എന്തിനാ? ജോബിലൊക്കെ ആയിട്ട് വരും. പക്ഷെ ഇത് നമ്മൾ ആരെ അറിയിക്കണം? നമ്മളൊരു ഇൻഷുറൻസ് ഹോൾഡർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. അവർക്ക് അറിയാൻ പറ്റില്ല, നമ്മളുടെ പിന്നാലെ അല്ലല്ലോ അവര്. നമുക്ക് എന്തെങ്കിലും രോഗം വരുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ, ആക്സിഡന്റ് ഉണ്ടോ, ആൾക്ക് ഇൻഷുറൻസ് അവര് നമ്മളുടെ ഇത് എടുത്തേക്കണ്ട, അതുകൊണ്ട് അവർക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ പിന്നാലെ വരാണോ? അല്ല. സോ വി ഹാവ് ടു ഇൻഫോം ദം. ആ ഒരു ഇൻസിഡന്റ് നമ്മൾ അവരെ ഇൻഫോം ചെയ്തു. ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലെയിം. അതാണ് ആ ഇൻഫോർമേഷനെ നമ്മൾ ക്ലെയിം എന്ന് പറയാം. തുടക്കത്തെ പേജിൽ നമ്മൾ എന്താ പറഞ്ഞാൽ, ഇറ്റ്സ് എ പേഴ്സൺസ് റിക്വസ്റ്റ് to the insurance provider or the insurance company to compensate the loss. തനിക്കുണ്ടായ നഷ്ടത്തെ പരിഹരിക്കാൻ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ആ ഒരു വ്യക്തിയുടെ റിക്വസ്റ്റ്, അപേക്ഷയാണ് എന്ന് വിളിക്കുക ക്ലെയിം എന്ന് പറഞ്ഞു അല്ലെ. അത് തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞു. on the happening of an unfortunate event. നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം, that particular incident should be made into the information of insurance provider. അത് ആരെ അറിയിക്കണം? അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ആ ഒരു അറിയിക്കലാണ്, ആ ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ അത് തന്നെ എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്തു. ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അറിയിച്ചു, വിളിച്ചു പറഞ്ഞോ, എങ്ങനെയെങ്കിലൊക്കെ അറിയിച്ചു. പക്ഷെ ആ ഒരു അറിയിപ്പ് ശരിയായ അറിയിപ്പല്ല. Filing a claim involves filling up claiming forms on the insurer's website or branch office. നമുക്ക് അങ്ങനെ ഒരു ക്ലെയിം വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടത് അതൊരു റിട്ടേൺ പ്രൊസീജിയർ ആയിട്ടാണ്. നമ്മൾ എഴുതിയോ, അല്ലെങ്കിൽ ഇന്നിപ്പോ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. ഒരു ഫോം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ച് എവിടെയാണോ, നമ്മുടെ ഇൻഷുറൻസിന്റെ ബ്രാഞ്ചിൽ പോയിട്ട്, രോഗിയായിട്ട് കിടക്കുന്ന ആൾക്ക് പോകാൻ പറ്റില്ല, ഓക്കെ, അറിയാം അത്. പക്ഷെ അതിന് ബന്ധപ്പെട്ട ആളാരാണോ, അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ആളാരാണോ, അവരെ അയച്ച് ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് അതിന് വേണ്ട ഒരു ക്ലെയിമിങ്ങിന്റെ ഫോം ഉണ്ടായിരിക്കും. ഫോം വാങ്ങിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അതർവൈസ് അതിന്റെ വെബ്സൈറ്റിൽ കയറുക. ആരുടെ? ഇൻഷുറൻസ് പ്രൊവൈഡറുടെ, അതായത് ഇൻഷുറൻസ് നമ്മുടെ കമ്പനിയുടെ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ അവിടെ കാണും എന്ത് ഇതുപോലുള്ള ക്ലെയിം ചെയ്യാനുള്ള ഫോം ഉണ്ടായിരിക്കും. അത് ഫിൽ ചെയ്ത് കൊടുക്കുക. അതാണ് എന്താ പറയാ, ഒഫീഷ്യലി ആ ഒരു ഫയലിംഗ് ഓഫ് ക്ലെയിം. നമ്മൾ ക്ലെയിം ഫയൽ ചെയ്യുന്നതിന്റെ ഒഫീഷ്യൽ രീതി അതാണ്. വെറുതെ വിളിച്ചു പറഞ്ഞ് അറിയിക്കലല്ല. ഓക്കെ. അപ്പൊ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ക്ലെയിം ചെയ്യുക. ആ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റിൽ കയറി ഫോം ഫില്ല് ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ മാനുവലി നമുക്ക് ആ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ക്ലെയിമിന്റെ ഫോം വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്തോ ആകാം. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ. ഇനി അപ്പൊ ഇതൊക്കെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണോ? അല്ല. നമുക്കറിയാം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എവിഡൻസ് പരമാവധി കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന രോഗമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് വന്നു, ഞാൻ ഹോസ്പിറ്റലാണ്. പക്ഷെ ഇതിനുള്ള എവിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് എനിത്തിങ് ഈസ് ദർ, അതായത് ഡോക്യുമെന്റ്സ് ദാറ്റ് സപ്പോർട്ട് ദ ഓതന്റിസിറ്റി ഓഫ് ദ ക്ലെയിം മസ്റ്റ് ഓൾസോ ബി സബ്മിറ്റഡ്. ഈ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ സഹിതം കൊടുക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഇപ്പൊ അതെ ആക്സിഡന്റ് ഉദാഹരണം പറയാൻ വേണമെങ്കിൽ നമ്മള് നേരത്തെ മറ്റേ ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി ക്ലെയിം ഒക്കെ പറയുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയി. ഒരു ആക്സിഡന്റ് ആണെങ്കിൽ നമ്മൾ ആ വണ്ടി പറഞ്ഞു വീണെടുത്താണ്, ആ വണ്ടിയുടെ ആ കിടക്കുന്ന കിടപ്പിലുള്ള ഫോട്ടോ പിക്സ് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ അതിൻ്റെതായ ചില ഫോട്ടോസ് വേണമെങ്കിലൊക്കെ എടുക്കാം. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ആ ഒരു തെളിവായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമായിട്ട് ആണ് നമ്മൾ ഈ ഒരു ക്ലെയിം ചെയ്യുന്നതെന്നുള്ള കാര്യത്തിന്റെ അത് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടി ഒന്ന് ആ ഒരു ക്ലെയിമിങ്ങിന് കുറച്ചുകൂടി ആ ഒരു എന്താ പറയാ ഇതൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലുള്ള ഡോക്യുമെന്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി സബ്മിറ്റഡ്. അത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്യുന്നത് ഫയൽ ചെയ്യുന്നതാണ്, ഫില്ലിംഗ് ഫോംസ് ആണ്. വെബ്സൈറ്റിൽ കയറി ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫോംസ് വാങ്ങിച്ചും ഫില്ല് ചെയ്യാം. മൂന്നാമത്തേത് അതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റുകൾ, എവിഡൻസ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. Then അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡർ, അപ്പോഴാണ് ഇവിടെ നമ്മുടെ ഇൻഷുറൻസ് കൊടുക്കേണ്ട ആള് ഇൻഷുറൻസ് കമ്പനി ആക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ, ലൈവ് ആകാൻ തുടങ്ങുള്ളൂ, അവർ പ്രവർത്തിക്കാൻ തുടങ്ങും. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലെയിം ഒക്കെ എടുത്ത് നോക്കും.
വെറുതെ അങ്ങോട്ട് ക്ലെയിം വന്നിട്ടുള്ള വേഗം കാശ് എടുത്ത് കൊടുത്തോ എന്നല്ല, നമ്മുടെ ക്ലെയിമിങ് കാര്യങ്ങളൊക്കെ നോക്കും, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യും, അതിന്റെ വാലിഡിറ്റി, അതിന്റെ മൂല്യം നിർണ്ണയിക്കും, ഇതെല്ലാം അവർ വെരിഫൈ ചെയ്യുന്നു. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ക്ലെയിമിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് പറഞ്ഞു തന്നെ, മനസ്സിലായോ? അപ്പൊ അവരതിന്റെ ഒരു റിവ്യൂ, അതായത് ഇതെല്ലാം ഒന്ന് നോക്കി ആര് മനസ്സിലാക്കും? ഇൻഷുറൻസ് കമ്പനി മനസ്സിലാക്കും. Then ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ് വിച്ച് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ പോളിസി, ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അതിന്റെ ടേംസും കണ്ടീഷൻസും ഒക്കെ ഓക്കെ ആണെങ്കിൽ, എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഫയൽ ചെയ്തിരിക്കുന്നതിലും അതുപോലെ അതിന്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തതൊക്കെ കറക്റ്റ് ആണ് എങ്കിൽ ദ ഇൻഷുറൻസ് പ്രൊവൈഡർ അപ്രൂവ്സ് ദ ക്ലെയിം. അവർ എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് കമ്പനി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് അപ്രൂവൽ കൊടുക്കും. ശരി, ക്ലെയിം ഒക്കെ ഓക്കെ ആണ്, നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കട്ടെ, ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനി ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചികിത്സിച്ചോ തുടങ്ങിയിട്ട് അവിടെ നിന്ന്, കാരണം നമ്മൾ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ക്ലെയിം അപ്രൂവൽ പാസ്സാക്കുന്നത് ഇൻഷുറൻസ് പ്രൊവൈഡർ ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒത്തു നോക്കി ഓക്കെ ആണെന്ന് വരുത്തി തീർത്താൽ മാത്രമാണ് അതിന് അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യുന്നത്. Then if it is approved, അത് നമ്മൾ അപ്രൂവൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പേ ദ ബെനിഫിറ്റ്സ് വിച്ച് ആർ സ്റ്റേറ്റഡ് ഇൻ ദ പോളിസി. ആ പോളിസിയുടെ കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ ബെനിഫിറ്റുകളാണോ ആ പേഷ്യന്റിന് കൊടുക്കാൻ തുടങ്ങിയത് അതെല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ആ ലൈഫ് ഇൻഷുറൻസ് ഇപ്പൊ ഒരാള് ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആള് മരിച്ചുപോയി, അപ്പൊ ആളുടെ ബെനിഫിഷ്യറി ആയിരിക്കും, ആളുടെ നോമിനി ഒരാളെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ആ ഒരു കാര്യങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടേണ്ട അത് ആളെയാണ് നമ്മൾ ബെനിഫിഷ്യറി എന്ന് വിളിക്കുക. ആള് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ന ആളാണ് നോമിനി, ആൾക്കാണെങ്കിലും എന്ത് ചെയ്യണം? പേയ്മെന്റ് കൊടുത്തിരിക്കണം. അപ്പൊ പേയ്മെന്റ് കിട്ടേണ്ട വ്യക്തി പേ ഔട്ട് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കുക. പേ ഔട്ട് മീൻസ് ദ സം ഓഫ് മണി വിച്ച് ഇസ് ഗിവൺ ടു ദ പോളിസി ഹോൾഡർ വെൻ എ ക്ലെയിം ഈസ് ആക്സെപ്റ്റഡ്. ഒരു ക്ലെയിം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് പണരൂപത്തിൽ ആളുകളിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് വിളിക്കുക. അപ്പൊ അതൊക്കെ ഓക്കെ ആണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പേ ഔട്ട് ചെയ്യുന്നു. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ആള് മരിച്ചു പോയേക്കാണ് ആളാണെങ്കിൽ ബെനിഫിഷ്യറിക്കാണ് അതിന്റെ ആ പേയ്മെന്റ് കൊടുത്തിരിക്കുക. അതാണ് ഇൻഷുറൻസ് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഈ പേയ്മെന്റ് എല്ലാം നടക്കുന്നുള്ളൂ. ഇനി ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറർ ഷുഡ് ബി റെഡി ടു പേ ദ lump sum amount or in എന്താ പറയാ സ്റ്റാഗർ ഓഫ് പേ ഔട്ട്, അതായത് റെഗുലർ പേയ്മെന്റുകളായിട്ടോ അല്ലെങ്കിൽ ലംസം എമൗണ്ട് ആയിട്ടോ ഏതാണോ അത് നമ്മളുടെ പോളിസിയുടെ ടേംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. whatever it is written on the പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള എമൗണ്ടുകളായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ ഒറ്റ തുകയായിട്ട് ലംസം എമൗണ്ട് ആയിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ കുറച്ച് സ്റ്റാഗർ, അതായത് വീതിച്ച് ഡിവൈഡ് ചെയ്ത് റെഗുലർ പേയ്മെന്റുകളായിട്ട് ഇത്ര തവണകളായിട്ട് കൊടുത്തു തീർക്കാം എന്നുള്ളതാണോ, ഏത് രീതിയിലാണോ പോളിസിയുടെ ടേംസിൽ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് അക്കോർഡിംഗ് ടു ദാറ്റ്, അതനുസരിച്ചായിരിക്കും ഇൻഷുറർ ആ പണം കൊടുത്തു തീർക്കുക. ലംസം എമൗണ്ട് ആകാൻ കൊടുക്കുക, അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ റെഗുലർ പേയ്മെന്റ് മാസം ഇത്ര വീതമായിരിക്കും കൊടുക്കുക. അതെങ്ങനെയാണോ ആ ടേംസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും അതിനുശേഷം അത് പ്രൊവൈഡ് ചെയ്യുക. ഇനി എന്താ പറയാ ഈ പറയുന്ന നമ്മളുടെ പേ ചെയ്യാനും എത്ര രൂപയാണ് കൊടുക്കണ്ടേ എന്നുള്ളതും മറ്റുമൊക്കെ ഓരോ ഇൻഷുറൻസ് പോളിസി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലെയിം സെറ്റിൽമെന്റിന്റെ രീതി എല്ലാ ഇൻഷുറൻസിനും ഒരുപോലെ ആയിരിക്കില്ല. ചിലതൊക്കെ വളരെ ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും ക്ലെയിമിംഗ് പ്രോസസ്സ്, ചിലതിന് കുറച്ച് കൂടുതൽ സമയമെടുക്കും. ബിക്കോസ് ഇഫ് ദ ഡോക്യുമെന്റ്സ് ആർ നോട്ട് ഇൻ ഓർഡർ, ഇവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റുകളും ഫോമുകളൊക്കെ കൃത്യമായിട്ട് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലെയിമിംഗ് പ്രോസസ് പെട്ടെന്ന് ഷെഡ്യൂൾ തീരും, അല്ലെങ്കിലോ ഇറ്റ്സ് ഓൺ ടൈം, അതിന്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡോക്യുമെന്റുകൾ ചിലപ്പോൾ ക്ലിയർ അല്ല, അത് വേണ്ട രീതിയിലുള്ള എവിഡൻസുകൾ എത്തിയിട്ടില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫർമേഷന് കുറച്ച് ലാഗ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ക്ലെയിംസ് നമ്മൾ ഡിലേ ആക്കാതെ പരമാവധി ചുരുങ്ങിയ സമയം കൊണ്ട് കൊടുത്തു തീർക്കുക എന്നുള്ളത് ആരുടെയാണ്? ഇൻഷുറൻസ് കമ്പനിയുടെ എന്താ പറയാ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ട്രസ്റ്റ് വർത്തിനെസ് എമംഗ് ദ കസ്റ്റമേഴ്സ്. അങ്ങനെ എളുപ്പം കൃത്യമായ രീതിയിൽ വളരെ ആളുകളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ താമസിപ്പിക്കാതെ ഒക്കെ നമ്മൾ ആ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ കൊടുത്തു തീർക്കുകയാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിക്ക് നേരെയുള്ള വിശ്വാസ്യത ആരുടെ? കസ്റ്റമേഴ്സിന്റെ വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും.
ആസ് സൂൺ ആസ് പോസിബിൾ അത് കൊടുത്തു തീർക്കാം. പക്ഷേ എന്നാൽ ലാഗ് വരാൻ സാധ്യതയുള്ളത് ചില കാരണങ്ങൾ കൊണ്ടാണ്, റെയർ കേസസിലാണ്. അതായത് ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് എത്താത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ടാകാം. അങ്ങനെയുള്ളതൊക്കെ വരാതെ ഒക്കെയാണെങ്കിൽ എല്ലാം സ്മൂത്ത് ആണെങ്കിൽ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് നടത്തും. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് താമസിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ കമ്പനിയോടുള്ള വിശ്വാസ്യത കുറവും, വെറുതെ പോയി ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ചേർന്നത്, അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എടുത്തത് വെറുതെ എന്തോ ഒരു അലച്ചിൽ നടന്നു അല്ലെ. ചില ആളുകളൊക്കെ പരാതി പറയുന്നത് കേട്ടില്ലേ നമ്മള്. അപ്പൊ നമുക്ക് അവരോടുള്ള ആ ഒരു വിശ്വാസ്യത കുറയാണ് ചെയ്തത്. ഞാൻ അതൊരാളോട് പറഞ്ഞു, ആളൊരു 10 ആളോട് പറഞ്ഞു, നോക്കിയേ അത് വേണ്ട, അവർക്ക് അങ്ങനെ ഒരു പറ്റുപറ്റിയതാ, അപ്പൊ നമ്മൾ അതിനകത്ത് ചേരണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കുറയാൻ സാധ്യതയില്ല. അപ്പൊ കുറയ്ക്കാതിരിക്കാൻ പരമാവധി ആര് ശ്രദ്ധിക്കും? പോളിസി പ്രൊവൈഡർ ശ്രദ്ധിക്കും. ബിക്കോസ് അവർക്ക് അവരുടെ കമ്പനിയുടെ ആ ഒരു ഗുഡ്വില്ല് പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ ചേർത്ത് നിർത്തണം. കസ്റ്റമേഴ്സിനെ ചേർത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യം അപ് ടു ഡേറ്റ് ആയിട്ട് അവർ ഒട്ടും ലാഗ് വരുത്താതെ ചെയ്തു കൊടുക്കുക. അപ്പോഴാണ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. അപ്പൊ പോളിസി എടുത്തിരിക്കുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈഡ് ആക്കുക, അവരെ വെറുപ്പിക്കാതിരിക്കുക അല്ലെ. അപ്പൊ അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ആണ് ആരും ചെയ്യുന്നത്, ഇൻഷുറൻസ് പ്രൊവൈഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി മാത്രമല്ല ലാസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം, ഇഫ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് യു മസ്റ്റ് റിവീൽ ഓൾ ദ ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മളുടെ എന്താ പറയാ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാതെ ചില ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് കൊണ്ടാണ് ഈ ക്ലെയിം സെറ്റിൽമെന്റിന്റെ സമയത്ത് ചില കാര്യങ്ങളൊക്കെ വരുന്നത്, ലാഗ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വൈ ഷുഡ് യു സെഡ് ദാറ്റ്, അതായത് അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ള ചോദ്യവും പറച്ചിലൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളോട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവര് പറയുമ്പോൾ നമ്മളുടേതായ കാര്യങ്ങളും കൃത്യമായിട്ട് ഫ്രാങ്ക് ആയിട്ട് നമ്മളത് പറയാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവസാനം വരുമ്പോ ക്ലെയിം സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോ പോളിസി എടുത്തു ഒരു 3-4 മാസം കഴിഞ്ഞു, എന്തെങ്കിലും ഒരു രോഗം, അപ്പൊ അവര് നോക്കുമ്പോ ഈ രോഗം പെട്ടെന്ന് വരുന്ന രോഗമല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രോഗമായിരുന്നു. സോ നിങ്ങൾ എന്തുകൊണ്ട് അത് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല? അപ്പൊ അവിടെ ലാഗ് വരും. അതിന്റെ കാര്യങ്ങളുമായിട്ട് പേപ്പർ വർക്കുമായിട്ടൊക്കെ കുറച്ച് കൂടുതൽ നടക്കേണ്ടി വരും. ചിലപ്പോൾ കിട്ടിയില്ലാന്നൊരു കുറെ താമസിക്കും അല്ലെ. ഞങ്ങൾ അത് വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ലാഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും നമ്മൾ എന്ത് ഡീറ്റെയിൽസും നമ്മളെ കുറിച്ചുള്ളതോ ഇറ്റ് ഷുഡ് ബി ഷെയർഡ്, അത് അവരോട് ഇൻഷുററിനോട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം. ഇൻഷുറർ ഓൾസോ ക്യാൻ റിജക്ട് ദ ക്ലെയിംസ് ഓൺ യുവർ പോളിസി. ഇനി ഏതെങ്കിലും കാരണവശാല് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇൻഷുറർക്ക് പൂർണ്ണ അധികാരമുണ്ട്. ദേ ക്യാൻ എനി ടൈം ക്യാൻസൽ ഓർ റിജക്ട് ദാറ്റ് പോളിസി. ആ പോളിസിനെ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഉള്ള സാധ്യതയുണ്ട്. ഇഫ് വി കൺസീൽ ഓർ മിസ്റ്റേക്ക് എനി ഫാക്ട്, നമ്മൾ ഏതെങ്കിലും വാസ്തവം ഒളിച്ചു വെച്ച് കൊണ്ടാണ് നമ്മൾ ഈ പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അവർക്ക് അത് ബോധ്യം വന്നാൽ അവർക്ക് എപ്പോ വേണമെങ്കിലും പോളിസി ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇതുപോലുള്ള പോളിസീസ് എടുക്കുമ്പോൾ വ്യക്തമായി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അറിയണം, നമ്മളുടേതായ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും വേണം. അതല്ലെങ്കിൽ ക്ലെയിം സെറ്റിൽമെന്റ് സമയത്തായിരിക്കും ഇതിന്റെ ബാക്കി ഉള്ള കാര്യങ്ങൾ വരിക, അതിന്റെ ആഫ്റ്റർ എഫക്ട് അവിടെ വരും. അപ്പൊ പിന്നെ ലാഗ് വരും, ചിലപ്പോൾ കിട്ടില്ല, പിന്നെ വെറുതെ ആയി, അങ്ങനെയൊക്കെ അല്ലെ. അതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിൽ വന്നിരിക്കുന്ന സ്റ്റെപ്സ്. മനസ്സിലായോ? എന്തൊക്കെ സ്റ്റെപ്സ് വന്നെന്ന്? ക്ലെയിം ചെയ്യുന്നു, ക്ലെയിം ചെയ്യുമ്പോൾ അത് ഫയൽ ചെയ്യുന്നത് വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ബ്രാഞ്ച് ഓഫീസിലെ ഫോമുകൾ വാങ്ങിച്ച് നേരിട്ടോ ആയിരിക്കും ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾക്ക് അതിനോടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റുകൾ എവിഡൻസുകളൊക്കെ അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം എടുത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ അതിന്റെ വാലിഡിറ്റിയും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു, ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നു, റിവ്യൂ ചെയ്യുന്നു. അതിന്റെ ക്ലെയിം ഒക്കെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ, പോളിസിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യുന്ന ക്ലെയിം ആണെങ്കിൽ അതിന് അപ്രൂവൽ കൊടുക്കുന്നു. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബെനിഫിറ്റ്സും ആ പോളിസി ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യണം ഇൻഷുറൻസ് കമ്പനി. അത് ഒരു ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറിക്ക് അതിന്റെ എമൗണ്ട് എന്തായാലും പേ ചെയ്തിരിക്കണം. ഈ പേയ്മെന്റ് നടത്തുന്നത് ലംസം എമൗണ്ട് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് റെഗുലർ പേയ്മെന്റുകളായിട്ടായിരിക്കാം. ഓൾസോ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ടേംസ് ഓഫ് ദ പോളിസി, പോളിസിയുടെ ടേംസ് അനുസരിച്ചാണ്. ഇനി
ചില ഇൻഷുറൻസ് നമ്മളെടുത്ത് അതിന്റെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിന് കുറച്ച് സമയമെടുക്കും, ചിലത് വളരെ ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെ അതിന്റെ ഡോക്യുമെന്റുകളൊക്കെ ഓർഡറിലാണെങ്കിൽ നമുക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഏറ്റവും ട്രസ്റ്റ് വർത്തിനെസ്, കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് വർത്തിനെസ്സും ഇവരുടെ തന്നെ കസ്റ്റമർ സർവീസസും എന്താ പറയാ വളരെ ക്വാളിഫൈഡ് ആക്കണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആസ് സൂൺ ആസ് പോസിബിൾ അവരുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം സെറ്റിൽ ചെയ്യുക എന്നതാണ്. അപ്പോൾ മാത്രമല്ല നമുക്ക് നമ്മളുടേതായ ഡീറ്റെയിൽസ് വൈൽ പ്രൊവൈഡിങ് ടു ദ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡീറ്റെയിൽസ് അത് കൃത്യമായ രീതിയിലായിരിക്കണം. കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതൊക്കെ ആണെങ്കിൽ അതൊക്കെ പറയണം. നമ്മളൊന്നും തന്നെ കൺസീൽ ചെയ്ത് മിസ്റ്റേക്ക് ചെയ്ത് എന്തെങ്കിലും യാഥാർത്ഥ്യത്തെ ഒളിച്ചു വെച്ചുകൊണ്ടൊന്നും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാനും പാടില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ സ്റ്റെപ്സ് ആണ്. ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഒന്നാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ ക്ലെയിം എന്ന് പറയുന്നതിന് മറ്റൊരു രീതിയിൽ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് പേ ഔട്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. പേ ഔട്ട് മീൻസ് എ സം ഓഫ് മണി ഗിവൺ ടു എ പോളിസി ഹോൾഡർ വെൻ എ ക്ലെയിം ഈസ് ആക്സെപ്റ്റഡ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് അടുത്ത പേജിലാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ലാസ്റ്റത്തെ പോയിന്റില് the insurer can reject claims on your policy if you conceal or mistake any fact. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. കഴിഞ്ഞോ? ഒന്ന് വായിച്ചു നോക്കിയേ. ആ പോയിന്റുകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഒരു 9 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകൾ ഓരോന്നൊന്ന് വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ 3 പോയിന്റിനെയാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടാ. ഒന്ന് പേ ഔട്ട്, ഒന്ന് ക്ലെയിം, ഒന്ന് ആ ലാസ്റ്റത്തെ പോയിന്റ്. നമ്മൾ മറച്ചു വെക്കാതെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ഇൻഷുറൻസ് കമ്പനിക്ക്. അങ്ങനെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് എപ്പോ വേണമെങ്കിലും പോളിസി റിജക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ്. വായിച്ചു നോക്കാട്ടെ വേഗം. കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇതോടെ ബജാജ് അലയൻസിന്റെ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിമിംഗ് പ്രോസസ്സ് ഒരു ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ചാർട്ടുകളൊക്കെ ആകുമ്പോഴേ കുറച്ചുകൂടി
നമ്മുടെ ഐ എന്താ പറയാ yielding ആണ്. കണ്ണിന് പെട്ടെന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഗ്രാഫിക്കൽ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകുന്ന രീതിയിലാണ് നമ്മളുടെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ബജാജ് അലയൻസ് നമ്മൾ തുടക്കത്തിലെ പേജിൽ പറഞ്ഞതാ. ഡിഫറെന്റ് ഇൻഷുറൻസ് ഫേംസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകൾ പറഞ്ഞു. അതിനകത്ത് ലിസ്റ്റിൽ വന്ന സാധനമായിരുന്നു ഏത്? ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ്. അതിന്റെ ക്ലെയിമിംഗ് പ്രോസസ് എങ്ങനെ നടക്കുന്നതെന്ന് നോക്കിയേ. അത് ചാർട്ടിൽ നിന്ന് നോക്കാം. ചാർട്ട് വിസിബിൾ ആണോ? ഫുൾ ആയിട്ട് ഓക്കെ, യെസ്. നോക്കാം അവിടെ ഒരു എന്താ പറയാ എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കാം. ഒന്നാമത്തേത് ഒരു യെല്ലോ ഒരു മനുഷ്യന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലെ? അതാണ് നമ്മുടെ കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ? ഇൻഷുർഡ്, പോളിസി എടുത്തിരിക്കുന്ന ആള്. പോളിസി എടുത്തിരിക്കുന്ന ആളിൽ നിന്നാണല്ലോ ക്ലെയിം പോകുന്നത്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരനെ ഏറ്റവും മുകളിൽ നിർത്തിയിരിക്കുന്നത്. ആളാണ് ക്ലെയിം ചെയ്യുന്നത്. പോളിസി എടുത്തിരിക്കുന്ന ആളെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുക. ഇൻഷുറൻസ് കമ്പനിയുടെ ഏതെങ്കിലും ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഒരു കസ്റ്റമർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു പേഷ്യന്റ്, ആ ആള് കസ്റ്റമർ ആണ്. ആള് ഹോസ്പിറ്റലിലെ ഈ പറയുന്ന ഇൻഷുറൻസ് ഡെസ്കിനെ സമീപിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണം, ബിക്കോസ് എനിക്ക് ഇന്ന പോളിസി ഉണ്ട്, അപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആ ഇൻഷുറൻസ് ഡെസ്കിനെ സമീപിക്കുന്നു. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസിന്റെ നെറ്റ്വർക്കിനെ സമീപിക്കുകയാണ് നമ്മുടെ കസ്റ്റമർ. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു കസ്റ്റമറിന്റെ പടമാണ് നമ്മളവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് കാണുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ എന്താന്ന് പറഞ്ഞെന്ന്? അപ്പൊ ഞാനാണ് അവിടെ നിന്ന് ഇരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ് അവിടെ നിന്ന് ഇരിക്കുന്നത്. നമ്മള് ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ, അതായത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെറ്റ്വർക്കിനെ സമീപിക്കുന്നു. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടുന്നതിന് കാശില്ല, നിങ്ങൾ ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് അതാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് ഇൻഷുറൻസ് കമ്പനി എനിക്ക് കാശ് തരണം എന്നുള്ള രീതിയിലാണ് അവിടെ കൊടുത്തേക്കുന്നത്. കണ്ടല്ലോ? ഇത് എവിടെയാണ് കൊടുക്കുന്നത്? നമ്മള് ഹോസ്പിറ്റൽസിലാണ്. അപ്പൊ ഹോസ്പിറ്റൽസില് verifies the customer details and send pre-authentication by fax. ഈ ഹോസ്പിറ്റൽസ് ഈ പറയുന്ന ക്ലെയിമിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കസ്റ്റമർ കൊടുത്തത് വായിച്ചു നോക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. അത് വെരിഫൈ ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു കോപ്പി ഫാക്സ് ആയിട്ട് അയക്കും. എങ്ങോട്ടേക്ക് അയക്കുന്നു? ആരുടെ ക്ലെയിമിംഗ് പ്രോസസ് നമ്മൾ പഠിക്കുന്നത്? ബജാജ് അലയൻസിന്റെയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അതിന്റെ ഒരു കോപ്പി ഫാക്സ് ആയിട്ട് അയക്കുന്നുണ്ട്. ഇന്ന പേഷ്യന്റ് ഇത് അഡ്മിറ്റഡ് ആണ്, ആൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണം, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, അപ്പൊ ആള് നടത്തിയിരിക്കുന്ന ക്ലെയിം ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവര് ചെയ്യുന്നത് ബജാജ് അലയൻസിലേക്ക് അത് ഫാക്സ് ആയിട്ട് അയച്ചു കൊടുക്കുന്നു. ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നു? വെരിഫൈസ് ദ പ്രീ ഓതന്റിക്കേഷൻ ഡീറ്റെയിൽസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബജാജ് അലയൻസും എടുത്ത് വെരിഫൈ ചെയ്ത് നോക്കുന്നു. ആ ഫാക്സ് ഒക്കെ വായിച്ചു നോക്കി അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നു. ആ പോളിസിയുടെ ബെനിഫിറ്റുകളൊക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു റെസ്പോൺസ്. ഇങ്ങനൊരു സാധനം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനൊരു റെസ്പോണ്ട് ചെയ്യണ്ടേ? എന്റെ ഉത്തരം എന്താണെന്ന്? ഓക്കെ ആണ്, അല്ല പറ്റൂല, അല്ലെങ്കിൽ അല്ല വെയിറ്റ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് ഒരു റിപ്ലൈ ഞാൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ ബജാജ് അലയൻസുകാര് ആ ഓതന്റിഫിക്കേഷന് എന്ത് കൊടുക്കുന്നു? ഒരു മറുപടി, റെസ്പോൺസ്. ഈ മറുപടി 3 രീതിയിലാകാം. 3 രീതി. ഒരു പച്ച കളറ്, ഒരു ചുവപ്പ് കളറ്, ഒരു മഞ്ഞ കളർ ഇവിടെ കാണുന്നുണ്ട്. എന്താണ്? പച്ച ഓക്കെ ആണ് അല്ലെ? പച്ച എപ്പോഴും എന്തിനുള്ള സിഗ്നലാ? എവറിത്തിങ് ഈസ് റൈറ്റ് ഒക്കെ നമുക്ക് മൂവ് ചെയ്യാം, ഫോർവേഡ് ചെയ്യാം. കാരണം അവിടെ എല്ലാം തന്നെ ഓക്കെയാണ്. അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്ന പച്ച സിഗ്നൽ ബജാജ് അലയൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ആ പേഷ്യന്റിന് വേണ്ട ക്യാഷ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തത് ബാക്കി പറയുന്നുണ്ട്, ഞാൻ പറയാം, കൊടുത്തോ എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു മറുപടിയാണ്. എന്നാൽ റെഡ് സിഗ്നൽ കാണിച്ചിരിക്കുന്നത് ഡിനയൽ ആണ്. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ? നിരസിക്കുക. ഇല്ല, പറ്റില്ല, കൊടുക്കാൻ ഇപ്പൊ തൽക്കാലം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഡിനയൽ എന്ന് പറയുന്ന റെഡ് സിഗ്നലിൽ ക്രോസ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത്.
ഓക്കെ, മറ്റുള്ളവരുടെ കാണിച്ചിട്ട് ഒരു യെല്ലോ കളറാണ്. അത് ഒന്നുകൂടി സ്ക്രൂട്ടിനൈസ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് സംതിങ് ഈസ് മിസ്സിങ്. ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ മിസ്സിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കൂടി അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് വിധേയമാക്കുന്ന ഒരു റെസ്പോൺസ് ആണ് മൂന്നാമത്തെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും ആകാം എന്ത് ചെയ്യുന്നത്, ഒരു ക്ലെയിം ചെയ്യുന്ന ഒരു പാർട്ടിക്ക്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇതുപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയി ക്ലെയിം ചോദിച്ചു, ഹോസ്പിറ്റലിനെ സമീപിച്ചു. ആദ്യം ഹോസ്പിറ്റൽസ് അത് വെരിഫൈ ചെയ്തിട്ട് ആ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഈ 3 രീതിയിൽ ഏത് വേണമെങ്കിലും പ്രതികരിക്കാം. ഒന്ന് അപ്രൂവ്ഡ് ആകാം, ഒന്ന് ഡിനൈൽ ആകാം, ഒന്ന് ക്വറി. ക്വറി മീൻസ് അന്വേഷണ വിധേയമായിട്ട് ബാക്കി മറുപടി പറയാൻ പറ്റുള്ളൂ എന്നാകാം. മനസ്സിലായോ? ഈ ചാർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. ഒറ്റനോട്ടത്തില് ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ ചാർട്ടിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. അതാണ് അതിന്റെ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നോട്ട് പോലെ അവർക്ക് എഴുതി തരായിരുന്നു. പക്ഷെ കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ ബേസിക് മാനറിലാണ് അവരവിടെ എന്താ പറയാ ചാർട്ട് ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അപ്രൂവൽ കൊടുക്കാം, ഡിനയൽ കൊടുക്കാം, ക്വറി കൊടുക്കാം. അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ കൊടുത്തോ, കാരണം ഞങ്ങളത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റുകൾക്കൊക്കെ ഈ പറയുന്ന ട്രീറ്റ്മെന്റിന് വന്നേക്കുന്ന ആൾക്ക് അർഹതയുണ്ട്, ഞങ്ങൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തോളാം, നിങ്ങൾ എന്താ പറയാ ചികിത്സ കൊടുത്തോളൂ. ഡിനയൽ എന്താണ്? ചികിത്സ കൊടുക്കാൻ പറ്റേ? കൊടുക്കാൻ പാടില്ല. ബിക്കോസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഈ പറയുന്ന ആള് യോഗ്യനല്ല. സോ ഇറ്റ് വിൽ ബി റിജക്റ്റഡ് അല്ലെ? അത് നമുക്ക് നിരസിക്കേണ്ടി വരും, ക്യാൻസൽ ചെയ്യേണ്ടി വരും ആ ഒരു ക്ലെയിം. അടുത്തത് ക്വറി ആണ്. ക്വറി മീൻസ് അതൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചറിയാനുണ്ട്. ഈ പറയുന്ന ആൾ ഇതിന് ഫിറ്റ് ആണോ, ഈ പറയുന്ന ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആൾക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണോ എന്നൊക്കെ നമുക്ക് ഒന്നുകൂടി അന്വേഷിച്ചറിയാനുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അന്വേഷണ വിധേയമാക്കേണ്ടതായതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഓക്കെ, ഇനി അപ്രൂവ്ഡ് വരുമ്പോ എന്ത് പറ്റും നമുക്ക് അതുകൂടി ഒന്ന് വെറുതെ നോക്കാം. അടുത്ത ദിവസം മനസ്സിലായി പറഞ്ഞുതരാം കേട്ടോ. അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ബജാജ് അലയൻസുകാര് അതല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് അവര് അപ്രൂവൽ ലെറ്റർ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. ഇവിടെ നമ്മുടെ ബജാജ് അലയൻസിന്റെ ക്ലെയിമിംഗ് പ്രോസസ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നു? അപ്രൂവൽ ലെറ്റർ കൊടുക്കും, ഫാക്സ് ചെയ്ത് കൊടുക്കും. അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ എന്ത് ചെയ്തു? ഫാക്സ് ചെയ്ത് ആൾക്ക് ഹോസ്പിറ്റൽസിലേക്ക് കൊടുക്കുന്നു. ഹോസ്പിറ്റൽസ് അപ്പോൾ മാത്രം ഈ അപ്രൂവൽ എന്ന് പറയുന്ന സാധനം കിട്ടിയതിന് ശേഷം മാത്രം ഹോസ്പിറ്റൽസ് അഡ്മിറ്റ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ഒന്നും വേണ്ട. അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ എത്ര സീരിയസ് കണ്ടീഷൻസിൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാലും വി ഹാവ് ടു പേ ദ എമൗണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഡോക്ടേഴ്സ് ആ പേഷ്യന്റിനെ തങ്ങളുടെ ഒരു എന്താ പറയാ രോഗിയായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണെങ്കിൽ അതിന് ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് പ്രൊസീഡ് ചെയ്താൽ നമുക്ക് ആ രോഗിയുടെ ജീവൻ തിരിച്ചു കിട്ടി ആൾക്ക് ചികിത്സ കൊടുക്കാം അല്ലെ? അവർ ഓക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയും അവിടെ ഇതുപോലെ ലാഗ് ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ ആളുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റ് ഒന്നും കിട്ടാതെ തന്നെ എന്ത് ചെയ്യുന്നു? ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് അപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം ആര് പച്ച സിഗ്നൽ കാണിച്ചു? ബജാജ് അലയൻസുകാര് പച്ച സിഗ്നൽ കാണിച്ചു അല്ലെ? ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അതിന്റെ അർത്ഥം എവരിതിങ് ഓക്കെയാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചെലവുകളൊക്കെ നമ്മൾ ഏറ്റെടുത്തു, ഇൻഷുറൻസ് കമ്പനിക്കാർ ഏറ്റെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് ഓൾസോ ഫോർ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഇനി മെഡിക്കൽ എക്സ്പെൻസ് കൂടാതെ ബജാജ് അലയൻസുകാര് ആ രോഗിക്ക് വേണ്ടി വരുന്ന നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ചിലപ്പോൾ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്താകാം, ഡയറ്റ് കൊടുത്തതിന് എക്സ്പെൻസ് ആകാം. അങ്ങനെയുള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകളും ആ പേഷ്യന്റിന് വരുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ അതും ക്യാഷ് ആയിട്ട് പേയ്മെന്റുകളൊക്കെ മീറ്റ് ചെയ്യുന്നു എന്നതാണ്. അപ്പൊ അപ്രൂവൽ കിട്ടിയാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതല്ല എങ്കിൽ ഡിനയലോ അല്ലെങ്കിൽ ക്വറിയോ ആണെങ്കിൽ അതിന് സമയമെടുക്കും. മറ്റേത് വീണ്ടും നമുക്ക് എന്താ പറയാ അതിനുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നടക്കുന്നുള്ളൂ. ഞാനിപ്പോ ഇത്രയും പറയുന്നുള്ളൂ. അപ്രൂവ്ഡ് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ ഒരു ഇച്ചിരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്സ് തീർന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇതുവരെയൊക്കെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാട്ടെ. ഫ്ലോ ചാർട്ട് നന്നായിട്ട് പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്, അവിടെ വരെ വരച്ചൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.